ഹലോ, ഞാനിന്ന് അടിപൊളി ക്യാരറ്റ് സോപ്പാണ് ഉണ്ടാക്കുന്നത്. അധികം പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കാം. കുട്ടികൾക്ക് വരെ തേച്ച് കുളിക്കാൻ പറ്റിയ സോപ്പാണ്. അതിന് നമ്മൾ സോപ്പ് ബേസ് 2 ക്യാരറ്റ് പിന്നെ ഗ്ലിസറിന് ഒക്കെയാണ് എടുത്തത്. ക്യാരറ്റ് നമുക്ക് ചെറുതാക്കി ഇങ്ങനെ മുറിച്ചെടുക്കാം. എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് ഒന്ന് അടിച്ചെടുക്കാൻ. എന്നിട്ട് ഇത് പിഴിഞ്ഞിട്ട് നീരെടുത്തിട്ട് ചായത്തരിപ്പിൽ നല്ലോണം അരിച്ചെടുക്കണം. ഒരു തരി പോലും പാടില്ല. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ഇനി സോപ്പ് ബേസ് ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിത് ട്രാൻസ്പെറൻറ്റ് സോപ്പ് ബേസാണ് വാങ്ങിയത്. ഇത് ചെറുതാക്കി മുറിച്ചതിന് ശേഷം ഇതൊന്ന് ഒന്നുകൂടെ നമുക്ക് ചെറുതാക്കി മുറിക്കാം. ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊന്ന് മെൽറ്റായിട്ട് കിട്ടും. അതിനാണ് വീണ്ടും ഇതൊന്ന് ചെറുതാക്കി മുറിക്കുന്നത്. അപ്പോൾ സോപ്പ് ബേസൊക്കെ മുറിച്ച് നമ്മൾ ഈ പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ട ചെറുതാക്കി മുറിച്ചിട്ട് ട്രാൻസ്പെറൻറ്റ് സോപ്പ് ബേസ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ നല്ല നൈസായിട്ട് നിൽക്കുന്നത്. ഇനി ഇത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് വെച്ചിട്ട് വേണം ഇതൊന്ന് മെൽറ്റായിട്ട് എടുക്കാൻ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് ഉരുക്കിയെടുക്കാൻ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും. ഇതിൽ ഒരു കഷ്ണം പോലും ഉണ്ടാവാൻ പാടില്ല. എല്ലാം നല്ലോണം ഉരുകി വരണം. അത് ഏകദേശം എല്ലാം മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു കഷ്ണം പോലും ഇതിലില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. സാവധാനം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കണേ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ 1/2 സ്പൂണ് ഗ്ലിസറിനാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഗ്ലിസറിന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിന് മണത്തിന് വേണ്ടിയിട്ടൊരു പെർഫ്യൂം ഒഴിച്ച് കൊടുക്കുക. നല്ലൊരു മണമുള്ള പെർഫ്യൂമാണിത്. നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഏത് രീതിയിലുള്ള മണം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുക. ഇതൊരു ടിന്നിന് 40 രൂപ ഉള്ളൂ. ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതൊരു മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് പുറത്തേക്ക് പോവാതെ സാവധാനം വേണം ഒഴിക്കാൻ. അധികം പൊന്തിച്ചൊഴിക്കേണ്ട, താത്തി ഒഴിക്കുക. പൊന്തിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം പതം ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ കുറച്ചും കൂടി താത്തിയിട്ട് വേണം ഇത് ഒഴിച്ച് കൊടുക്കാൻ. ഇത് 6 എണ്ണത്തിലേക്ക് നല്ലോണം നിറഞ്ഞ് ഇനി ഞാൻ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒഴിക്കുമ്പോൾ ആദ്യം വെളിച്ചെണ്ണ പുരട്ടണേ. അപ്പം എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഈ പൊന്തി വന്ന ഈ പത വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് മാറ്റി കൊടുക്കാം. ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ അതവിടെ ഉണ്ട് ചേച്ചി, കുഴപ്പമൊന്നുമില്ലേ. അപ്പോൾ ഓരോന്നിനും ഈ സ്പൂണ് കൊണ്ട് നമുക്ക് ആ പത എടുക്കാം. പത എടുക്കുമ്പോൾ ഇതിൻ്റെ മേലേക്കൊക്കെ ആയിട്ടുണ്ട്. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇത് നമുക്ക് എടുക്കാം കേട്ടോ. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. കണ്ടോ, അത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി സോപ്പാണ് കേട്ടോ. ഇത് പുറത്ത് പൈസ കൊടുത്ത് നമുക്ക് കടയിൽ നിന്നൊന്നും സോപ്പ് വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിലിങ്ങനെ ഉണ്ടാക്കിയാൽ മതി. നല്ല സോഫ്റ്റ് സോപ്പാണ്. നല്ല മണം, നല്ല പതമൊക്കെ ഉണ്ട്. ഒരു സോപ്പ് ബേസ് വാങ്ങി നമുക്കിങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ സോപ്പൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഉറപ്പിലുമാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കടയിൽ കൊടുക്കുന്നവർക്ക് കടയിലും കൊടുക്കാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാലോ ഇല്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും ചെയ്യണേ.